ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ഒരു ഭൂമിക്കുമായി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, മലിനീകരണം, വനനശീകരണം, ജലക്ഷാമം, വർദ്ധിച്ചുവരുന്ന താപനില, ഉരുകുന്ന ഹിമാനികൾ, വെള്ളപ്പൊക്കം, വരൾച്ച, ഉഷ്ണതരംഗങ്ങൾ തുടങ്ങി ഗുരുതരമായ പാരിസ്ഥിതിക വെല്ലുവിളികളാണ് ഇന്ന് ലോകം നേരിടുന്നത്. മനുഷ്യന്റെ അമിതമായ ഇടപെടലുകളും പരിസ്ഥിതിയോടുള്ള അവഗണനയും മൂലം ഈ പ്രശ്നങ്ങൾ ദിനംപ്രതി രൂക്ഷമാവുകയാണ്. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ്. ഈ വർഷത്തെ ആതിഥേയ രാജ്യം അസർബൈജാനാണ്. പ്രകൃതിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രകൃതി സന്തുലിതാവസ്ഥയുടെയും സുസ്ഥിരതയുടെയും മികച്ച ഒരു മാതൃകയാണ്. മരങ്ങൾ വായു ശുദ്ധീകരിക്കുന്നു, വനങ്ങൾ താപനില നിയന്ത്രിക്കുന്നു, നദികൾ ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമാകുന്നു, ജൈവ വൈവിധ്യം പരിസ്ഥിതിയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് സഹായിക്കുന്നു. അതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പരിസ്ഥിതി സംരക്ഷണം സർക്കാരുകളുടെയോ വ്യവസായങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ വ്യക്തിയുടെയും കടമ കൂടിയാണ്. ജലസംരക്ഷണം, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കൽ, വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, വൈദ്യുതി ലാഭിക്കൽ, പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക, മാലിന്യങ്ങളുടെ പുനരുപയോഗം, ശുചിത്വം പാലിക്കൽ തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. പരിസ്ഥിതി പ്രശ്നങ്ങളെ അവഗണിച്ചാൽ ഭാവി തലമുറകൾ ഗുരുതരമായ കാലാവസ്ഥാ പ്രതിസന്ധികൾ, ശുദ്ധവായുവിൻ്റെയും ശുദ്ധജലത്തിൻ്റെയും അഭാവം, ജൈവ വൈവിധ്യനഷ്ടം തുടങ്ങിയ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അതിനാൽ നമ്മുടെ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ നാം തന്നെ പ്രവർത്തിക്കണം. ഓർക്കുക, പ്രകൃതി നിലനിൽക്കുമ്പോൾ മാത്രമേ മനുഷ്യരാശിയുടെ ഭാവിയും സുരക്ഷിതമാകൂ. Forests and life. But what did you give me in return? ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.